കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ്റെ അല്ലെങ്കിൽ കേരളീയൻ്റെ തലയിലെ മണ്ടയ്ക്ക് ഓഹരി കടം 2 ലക്ഷം രൂപയിലേക്ക് വർദ്ധിക്കുമ്പോഴും ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ KTDC നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. സിനിമ കാണുന്നതാണല്ലേ? ചെറുതായിട്ട് ഏത് പടത്തിലാണ്? ഒരു പടത്തിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടും. പക്ഷെ കണ്ടാലൊരു ലുക്കൊക്കെ ഉണ്ട്. എന്തായാലും ഇത് ട്രൈ ചെയ്യും കേട്ടോ, ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. അത് ശരിക്കും ഞങ്ങൾക്ക് എതിരെയുള്ള ഇതാണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ പോകുന്നത് ഓഫ് റോഡാണ്. ഓഫ് റോഡിലാണ് പോകേണ്ടത്. അപ്പം ഇവിടെ മുതൽ ജനങ്ങൾ ഓഫ് റോഡിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ വിചാരിച്ച് എത്ര വർഷമായിട്ട് ഈ റോഡ് മോശമായി കിടക്കണം? ഇത് 2 വർഷമായിട്ട് ഈ വാഗമണിലെ ഈ മെയിനായിട്ട് ഈ ഒരു ടൗൺ ഏരിയയിൽ ഭയങ്കര മോശമാണ്. RJ ടോക്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സന്ദർശിച്ചിരുന്നു. ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളതും ഏറ്റവും ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ളൊരു കേന്ദ്രമാണ് വാഗമൺ. വാഗമണ്ണിലാണ് നമ്മൾ സന്ദർശിച്ചത്. വാഗമണ്ണിലേക്ക് പോകുമ്പം ഒരുപാട് സ്വപ്നങ്ങളും ഇമേജിനറികളുമായിരുന്നു നമ്മുടെ മനസ്സ് നിറയെ ഇമേജുകളുമായിരുന്നു. പലപ്പോഴും നമ്മൾ ദൃശ്യങ്ങളിൽ കാണാറുള്ള പാരാഗ്ലൈഡിങ്ങും അതുപോലെ തന്നെ പൈൻ കാടുകൾ, അതുപോലെ മുട്ടക്കുന്നുകളിൽ, ഒപ്പം വാഗമണ്ണിൻ്റെ വിശാലമായിട്ടുള്ള സമതല പ്രദേശങ്ങളുടെ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ, അതിലേറെ നമ്മൾ വാഗമണ്ണിൽ പോയാൽ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നമ്മളെ വന്ന് പുണരുന്ന, നമ്മളെ കവർ ചെയ്യുന്ന മിസ്റ്റാണ്, മഞ്ഞാണ്. അതുപോലെ ക്ലൈമറ്റ്. കേരളത്തിൽ ഇപ്പം ഭയങ്കര ചൂടുള്ളൊരു കാലാവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് സർക്കാർ തന്നെ ഉത്തരവിടുന്ന ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ എറണാകുളത്തിൽ നിന്നും ഒരു 50-80 കിലോമീറ്റർ കഴിഞ്ഞാൽ പോലും വലിയ ചേഞ്ചാണ് ക്ലൈമറ്റ് ഉള്ളത്. ഒരു 42 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും പെട്ടെന്ന് നമ്മളൊരു 21ലേക്കൊക്കെ പോകുന്ന ഒരു ക്ലൈമറ്റിലേക്കാണ് നമ്മൾ ചേഞ്ച് ആകുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ചെന്നപ്പം ഫാനുകൾ ഒരു കാലത്തില്ലാതിരുന്ന, AC ഇല്ലാതിരുന്ന വാഗമണിൽ പലയിടത്തും ഫാനുകൾ വന്നു, AC വന്നു. ഒപ്പം നമുക്ക് നമ്മുടെ വലിയ ഹ്യൂമിഡിറ്റി ഇല്ലെന്നേ ഉള്ളൂ. കൊച്ചിയിൽ നിന്നും ഒരല്പം വ്യത്യാസമേ ഇപ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അവിടെ പ്രധാനമായിട്ടും നമുക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, വാഗമൺ ഞാനൊരു 10-15 വർഷം മുമ്പ് തീക്കുച്ചി പനിത്തുള്ളി എന്ന് പറയുന്നൊരു സിനിമ ഷൂട്ട് ചെയ്തപ്പം വാഗമണിലായിരുന്നു നമ്മളൊരു 10-40 ദിവസം ഉണ്ടായിരുന്നത്. ആ സമയത്ത് കണ്ട വാഗമൺ തന്നെയാണ് ഇന്നും പോയപ്പോൾ കാണുന്നത്. വാഗമണിലേക്ക് നമ്മളെ ചെല്ലുമ്പം ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് KTDCയുടെ ഒരു വലിയ ഹെറിറ്റേജ് വില്ല പ്രോജക്റ്റ് ഉണ്ട്. അവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ആ നല്ല മനോഹരമായ ബോർഡ് മാത്രമാണ് ഹെറിറ്റേജ് വില്ല എന്നുള്ളത്. യാതൊരു കാരണവശാലും അത് നടക്കുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രത്യേകിച്ച് ജീപ്പ് സ്റ്റാൻഡിനോട് ചേർന്നിട്ട് നിരനിരയായി കിടക്കുന്ന ഷട്ടറൊക്കെ പിന്നെ നന്നായിട്ട് ചെയ്തിട്ടുള്ള കുറേയധികം കോംപ്ലക്സുകളുണ്ട്, കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഡെസ്റ്റിനേഷൻ, അതിനെ നമ്മൾ പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്തില്ല, കാരണം ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. വർഷങ്ങളായിട്ട് മാധ്യമങ്ങളൊക്കെ പറയുന്ന കാര്യമാണ്. ചെറിയ ഫിലിപ്പ് ഇറങ്ങിയ സമയത്ത് 16 കോടിയായിരുന്നു നഷ്ടമെങ്കിൽ നമ്മൾ ജയ്ഹിന്ദ് TVയുടെ ചെയർമാനായിട്ടിരുന്ന വിജയൻ തോമസ് വന്നപ്പം അതിനെ ലാഭത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അവകാശപ്പെടുന്നത് നമ്മൾ അന്നത്തെ കാലത്തെ ഇൻ്റർവ്യൂവിലുണ്ടായിരുന്നു. ഇന്ന് ആ പുതിയ ടെക്നോളജിയും ഇംപ്ലിമെൻറ്റേഷനും പിന്നെ KTDCയുടെ പുതിയ സമുച്ചയങ്ങളുടെ നവീകരണവുമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വാഗമണ്ണിൽ 3-4 കോടി രൂപ വർഷാവർഷം അതിൻ്റെ പുതുക്കിപ്പണിക്ക് വേണ്ടി, വീണ്ടും മരാമത്ത് പണികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇത് ഇന്ന് വരെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുമില്ല. അവിടെ വ്യാപാര സമുച്ചയങ്ങൾ ഉയർന്നിട്ടുമില്ല. 10-15 വർഷം മുമ്പ് നമ്മൾ വാഗമണിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന അതേപോലെ ശ്മശാന മൂകതയാണ് അവിടെ ഉള്ളത്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത്, ഇപ്പോൾ എൻ്റെ മുന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാറുകളും ഞങ്ങളുടെ വാഹനങ്ങൾ ടെമ്പോ ട്രാവലറായിരുന്നു. അതുകൊണ്ട് കുറച്ച് നമുക്ക് ക്ഷീണം തോന്നിയില്ല. പക്ഷേ ചെറിയ വാഹനങ്ങളിലൊക്കെ വരുന്നവർ വലിയ ഗർത്തങ്ങളിൽ വീണിട്ട് വേണം വാഗമണിലേക്ക് എത്താൻ. അത്രയ്ക്കും മോശമായിട്ടുള്ള റോഡാണ് ഇപ്പോൾ വാഗമണിലുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ചെറിയ സ്പാനേ ഉള്ളൂ? ആ ഒരു വാഗമൺ ടൗണിനുള്ളിലുള്ള ചെറിയ ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ ഗട്ടറുള്ളത്. ആ ഗട്ടറിൻ്റെ സ്ഥലത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അത് ഡെവലപ്പ് ചെയ്യുന്നതിനോ പഞ്ചായത്തോ അല്ലെങ്കിൽ മറ്റു പൊതുമരാമത്ത് വകുപ്പോ ഇതുവരെ ശ്രദ്ധിക്കാത്തതിന് എനിക്ക് അമർഷമുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്നും വാഗമണ്ണിൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ പുറത്ത് പൊതുനിരത്തുകളിലെങ്ങും കണ്ടില്ല എന്നുള്ളത്. ഇത്രയേറെ സ്ത്രീ ജനങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന, കുട്ടികൾ കടന്നു വരുന്ന, ഇത്രയേറെ പൊതുജനം എല്ലാ സമയങ്ങളിലും സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാഗമൺ പോലെയുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ, പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ അവിടെ എങ്ങും ഞാൻ കണ്ടില്ല. അതിൻ്റെ ഒരു വലിയൊരു പോരായ്മയുണ്ട്. ഇന്നും വാഗമണ്ണിൽ പെട്രോൾ നിറച്ചുകൊണ്ട് ടാങ്ക് ഫുള്ളാക്കിയിട്ട് വേണം വാഗമൺ മലനിരകൾ ഈ വലിയ വെയിറ്റോട് കൂടിയുള്ള വാഹനങ്ങൾ കയറാൻ. അല്ലെങ്കിൽ അവിടെ പോയിട്ടൊന്ന് റീഫിൽ ചെയ്യാനുള്ള പെട്രോൾ ബങ്കുകൾ അവിടെ ഇല്ല എന്നുള്ളത് വളരെ ഒരു
പിന്നെ വിരോധാഭാസമായിട്ടാണ് തോന്നിയത്. മറ്റൊന്ന് ഒരു വലിയ ഏറിയ എനിക്ക് തോന്നുന്നു ഏറ്റവും വിശാലമായിട്ടൊരു പഞ്ചായത്താണ്. ഇടുക്കി ജില്ല തന്നെ വളരെ വലുതാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ ഏലപ്പാറ പഞ്ചായത്തിലാണ് വാഗമൺ സ്ഥിതി ചെയ്യുന്നത്. 9ാം വാർഡാണെന്ന് തോന്നുന്നു വാഗമൺ എന്ന് പറയുന്ന സ്ഥലത്ത്. കുട്ടൻ എന്ന് ആളുകൾ ഓമന പേരിട്ട് വിളിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പറിനെ ഞാനിന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വാഗമണിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ജനങ്ങൾ പോകുമ്പം ജീപ്പ് സഫാരി ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ജീപ്പ് ഡ്രൈവേഴ്സാണ് എന്നും നമ്മളുടെ സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ട ഗൈഡുകൾ. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടു വരാം. നമസ്കാരം. നമ്മളിപ്പോൾ അറിയാലോ വാഗമണ്ണിലാണ് നിൽക്കുന്നത്. വാഗമണ്ണിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു KTDCയുടെ ഒരു ബോർഡ് കണ്ടിട്ട് കയറിയതാണ്. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 4418 റൂംസ്, ജീപ്പ് സഫാരി, ടൂർ പാക്കേജ്, ഹെറിറ്റേജ് വില്ല. ഇവിടെ ഹെറിറ്റേജ് വില്ല ഉണ്ടോ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഹെറിറ്റേജ് വില്ലയ്ക്ക് ആവശ്യമുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു മനോഹരമായൊരു ബോർഡും KTDC വെച്ചിട്ടുണ്ട്. ഒപ്പം ഞാൻ നിൽക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള വാഗമണിലാണ്. വാഗമണിൽ നമ്മളെ സ്വീകരിക്കുന്നത്, വാഗമണിൻ്റെ അതിർത്തിയിലേക്ക് കയറി വരുന്ന റോഡാണിത്. ഈ റോഡിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കുന്നത് കുറേ കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡാണ്. വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു PWD റോഡാണ് നമുക്ക് ആദ്യമേ നമ്മളെ സ്വീകരിക്കുന്നത്. അതുകൂടാതെ രണ്ട് സൈഡും കണ്ടില്ലേ, ഈ വൃത്തികേടായിട്ട് കിടക്കുന്ന പോച്ചേക്കുന്ന വൃത്തിയാക്കി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ സ്വീകരിക്കുന്ന രീതിയിൽ രണ്ട് സൈഡും ഒന്ന് മനോഹരമാക്കി. ഇവിടെ മുതൽ വാഗമൺ ഏതൊക്കെയാണോ ടൂറിസ്റ്റ് പ്ലേസുകളിൽ അവിടെ എല്ലാം മനോഹരമായ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ തന്നെത്താനെ വളരുന്ന ഒരുപാട് കാട്ടു പൂച്ചെടികളുണ്ട്. ആ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ അതിന് വാഗമണിൻ്റെ സൗന്ദര്യം വേറൊന്നാകും. നമസ്കാരം. ഓല്ലേ ആരാ ശരി ശരി നമസ്കാരം. ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടു, KTDCയുടെ ഒരു ഹെറിറ്റേജ് വില്ല. ഇതാണ് വില്ല? അല്ലല്ല, അത് ഇതിൻ്റെ പുറകിലാണ്. അത് വർക്കിംഗ് ആണോ? അത് വർക്കിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ആരെയും അവിടെ കാണുന്നൊന്നുമില്ല. ഇതിപ്പോൾ എന്താ സംഭവം? ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തോന്നുന്നത് 2014 KTDCയുടെ തന്നെ. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ കുറേ പണിതിട്ടു. പക്ഷേ നാട്ടുകാർക്ക് പോലും ഒന്നിനും കടകൾക്കൊന്നും കൊടുക്കുന്നില്ലേ? ആർക്കും കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ ഗവൺമെന്റ് ലെഡ് മണികൾ നടക്കുന്നുണ്ട്. കാലാകാലങ്ങളായിട്ട് മനുഷ്യന്റെ അല്ലെങ്കിൽ കേരളീയന്റെ തലയിലെ മണ്ടയ്ക്ക് ഓഹരി കടം 2 ലക്ഷം രൂപയിലേക്ക് വർദ്ധിക്കുമ്പോഴും ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ KTDC നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, ഈ വാഗമൺ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ നല്ല തിരക്കുണ്ട്. ഇപ്പം നമുക്ക് ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ നോർമൽ ചൂടാണ്. അല്ലാതെ നല്ല തിരക്കുള്ള ഏരിയ ആണ്. വാഗമണ്ണെ സംബന്ധിച്ച് നമുക്ക് എല്ലാ ഏരിയയും, പ്രത്യേകിച്ച് തമിഴ്നാട്, മറ്റ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒത്തിരി ഇപ്പോൾ വരുന്നുണ്ട്. ഇവിടെ ഏതൊക്കെയാണ് പ്രധാന ഡെസ്റ്റിനേഷൻസ്? ഇതിപ്പം KTDCയുടെ അണ്ടറിലുള്ളത് മുട്ടക്കുന്ന്, മിഡോസ്, പൈൻ ഫോറസ്റ്റ്, അഡ്വഞ്ചർ പാർക്ക്, ലേക്ക് ഉണ്ട്. അത് ബോട്ടിംഗ് ഉണ്ട്, ചെറിയ കയാക്കിങ്ങും ഒക്കെ ആയിട്ട്. ഓക്കെ. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ജീപ്പ് പോകുന്ന ജീപ്പ് ലൊക്കേഷനാണ്. അത് ഉളുപ്പുണി എന്ന് പറയും. റോഡിന്റെ എക്സ്പീരിയൻസ് ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ റോഡ് മോശമാക്കി ഇട്ടേക്കുന്നവർ. അത് ശരിക്കും ഞങ്ങൾക്ക് എതിരെയുള്ള ഇതാണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ പോകുന്നത് ഓഫ് റോഡാണ്. ഓഫ് റോഡിലാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ മുതൽ ജനങ്ങൾ ഓഫ് റോഡിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ വിചാരിച്ച് എത്ര വർഷമായിട്ട് ഈ റോഡ് മോശമായി കിടക്കുന്നത്? ഇത് 2 വർഷമായിട്ട് ഈ വാഗമണിലെ ഈ മെയിനായിട്ട് ഈ ഒരു ടൗൺ ഏരിയ ഭയങ്കര മോശമാണ്. ഹൃദയ ഭാഗത്ത് വളരെ മോശമാണ്. തന്നെയല്ല, എനിക്ക് തോന്നുന്നു ഞാനൊരു 10-15 വർഷം മുമ്പ് ഞാൻ സിനിമാറ്റോഗ്രാഫറാണ്. താഴത്തെ ലേക്കിൻ്റെ ഒക്കെ അവിടെ വെച്ചിട്ടൊക്കെ തീക്കുച്ചി, പരിത്തുള്ളി എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് വന്നപ്പം തന്നെയുള്ള വാഗമൺ അല്ലാതെ ഒരു ഡെവലപ്മെന്റ് വന്നിട്ടില്ല അല്ലേ? വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. അങ്ങനെ പറയാൻ വലിയ മാറ്റങ്ങളൊന്നും. പക്ഷേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയിൽ ഗവൺമെന്റ് കുറച്ചുകൂടെ ശ്രദ്ധിക്കണ്ടേ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അതെ, അത് എല്ലാവരുടെ അഭിപ്രായം. സിനിമ കാണുന്നതാണല്ലേ? ചെറുതായിട്ട്. ഏത് പടത്തിലാണ്? ഒരു പടത്തിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടും. പക്ഷെ കണ്ടാലൊരു ലുക്കൊക്കെ ഉണ്ട്. എന്തായാലും ഇത് ട്രൈ ചെയ്യും കേട്ടോ, ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. നമുക്കിപ്പം ഈ വാഗമണിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഏതാണ്? ഇവിടെ ഒരു ജീപ്പ് ഡ്രൈവർ എന്നുള്ള രീതിയിൽ ജീപ്പിൽ കൊണ്ടുപോകുന്നതാണോ? അതെ. നിങ്ങൾ കൊണ്ടുപോകുന്ന ഒളുപ്പൂണി എന്ന് പറയും. എവിടെ? ഒളുപ്പൂണി. അതെവിടെ സ്ഥലം? യോബിന്റെ ഒക്കെ പുസ്തകം ഷൂട്ട് ചെയ്ത് ടണലുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ ജീപ്പിൽ കൊണ്ടുപോകുന്ന 5 സ്ഥലങ്ങൾ. ഓക്കെ. ഇപ്പം ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് ജീപ്പുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള വരുമാനം ടൂറിസത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ? നിലവിലുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എന്താ പേര്? അജയ്. പേര് പറഞ്ഞല്ലോ. എൻ്റെ പേര് വിഷ്ണുവിൻ്റെ വണ്ടി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. വിഷ്ണു ഒരു സിനിമ നടൻ ആകാൻ പോകുന്ന ആളാണ്. ഏതെങ്കിലും സിനിമക്കാരോട്ടൊക്കെ ഒന്ന് പിടിച്ച് ഏതെങ്കിലും വേഷം കൊടുക്കണം. ഓക്കെ. പേര്? അജയ്. രഞ്ജിത്ത്. പേര്? അനൂപ്. അനൂപ്. സുബിൻ. മണിക്കുട്ടൻ. ഉണ്ണി.
പ്രതീഷ്. എല്ലാവരും ഹാപ്പിയാണ് അല്ലേ? അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ വാഗമണിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത്. ചെയ്യുന്നില്ല എന്നുള്ളത് 100%. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ഇവിടെ ഞങ്ങളെന്നല്ല പുറത്തുനിന്ന് ആര് വന്നാലും കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. മെയിനായിട്ട് ഈ വേസ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എവിടെയും എല്ലായിടത്തും വലിച്ചെറിയുന്നു. അതിടാനുള്ള ഡസ്റ്റ്ബിൻ എവിടെയും വച്ചിട്ടില്ല. അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു 2-3 കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഈ ടൂറിസ്റ്റുകൾ വരുന്നത് കൂടുതലും 2 വീലറിലാണെന്ന് തോന്നുന്നില്ലേ ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ 2 വീലറിൽ കൂടുതലും യൂത്ത് വരുന്നുണ്ട്. അപ്പം വളരെ സ്പീഡ് കൂടി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതെന്ന് സംശയമാണ്. പലരും ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അത് സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ട് നമ്മുടെ പ്രത്യേക ഒരു ഓഫറാണ്. ഇനി എന്തായാലും വളരെ സന്തോഷം. ടൂറിസം മേഖലയിൽ നിങ്ങളുടെ ഒരു കയ്യൊപ്പം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. പുറത്തുനിന്ന് വരുന്നവരുടെ ആതിഥേയരാണ് നിങ്ങൾ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റും നിങ്ങളുടെ ആതിഥേയ മര്യാദയുമാണ് വീണ്ടും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അടക്കമുള്ള ആളുകളെ ഇവിടെ കൂടുതൽ വരാൻ പ്രേരിപ്പിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ പറയുന്നത് അവർക്ക് വേണ്ടുന്ന കുറച്ച് എന്താ സംവിധാനങ്ങളുടെ അപര്യാപ്തതയുണ്ട്. ഇവിടെ ഇപ്പോൾ സ്ത്രീകൾ വന്നാൽ പുറത്തെങ്ങും ഒരു ടോയ്ലറ്റിൻ്റെ ഒരു സംഭവം കാണുന്നുണ്ട്. പ്രശ്നമാണ് ടോയ്ലറ്റിൻ്റെ വലിയൊരു പ്രശ്നമാണ്. പബ്ലിക്കായിട്ട് എങ്ങും ഇല്ല. ഞങ്ങളൊക്കെ പിന്നെ അറേഞ്ച് ചെയ്യുന്നത് ഈ ഹോട്ടലുകാരുമൊക്കെ ആയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോകുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പഞ്ചായത്ത് ലോക്കൽ ബോഡി ഏത് ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് ഈ റോഡിൻ്റെ ഒരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് പഞ്ചായത്തിനോട് പറയാനുള്ളത് വാഗമൺ എനിക്ക് തോന്നുന്നു ഏലപ്പാറ പഞ്ചായത്താണ് അല്ലേ? ഏലപ്പാറ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളോട് പറയാനുള്ളത് വാഗമണിനെ നിങ്ങൾക്കൊന്നും മനോഹരമാക്കാൻ പറ്റും. അതിന് ഇനി പഞ്ചായത്തിന് ഫണ്ടില്ലെങ്കിലും വേൾഡ് ബാങ്ക് അടക്കം ടൂറിസം മേഖലയിലേക്ക് ഒരുപാട് ഫണ്ടുകൾ തരാനുള്ള സംവിധാനമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ മലനാട് ടിവിയുമായിട്ട് ബന്ധപ്പെടുക. പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ഏലപ്പാറയിൽ തന്നെ മലനാട് ടിവിയുടെ സിറ്റിസൺ ജേർണലിസ്റ്റ് ഫോറം പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്തിലുള്ള ആളുകൾ തന്നെ അതിനകത്ത് മെമ്പറാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് വാഗമണിനെ സംബന്ധിച്ചിട്ട് കുറച്ച് മനോഹാരിത കുറച്ചുകൂടെ എത്തിച്ചാൽ ടൂറിസ്റ്റുകൾ എന്തായാലും ഓട്ടോമാറ്റിക് വരുന്ന പ്രകൃതിയുടെ മനോഹാരിത മാത്രം കൊണ്ടാണ്. അല്ലാതെ വേറൊരു അനിമിറ്റീസ് ഇവിടെ ഒരു ടോയ്ലറ്റ് കംഫർട്ട് സ്റ്റേഷൻ പോലും സ്ത്രീ ജനങ്ങൾക്ക് വരുമ്പോൾ അറിയാമല്ലോ. ആണെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി ഒന്ന് മൂത്രമൊഴിക്കും. പക്ഷേ സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. അത്തരം സംവിധാനങ്ങളുടെ അപര്യാപ്തത വളരെ മോശമാണെന്ന് പറയുന്നു. അതെന്തായാലും ഇനി ഉടനടി പഞ്ചായത്ത് ആദ്യം എടുക്കേണ്ടത് ആ ഒരു കാര്യത്തിലാണ്. രണ്ടാമത് ഈ റോഡിൻ്റെ കാര്യത്തിലാണ്. മൂന്നാമത് പഞ്ചായത്തിനോടും എനിക്ക് നിങ്ങളോടും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പ്രദേശവാസികളോടും സംസാരിക്കാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു ജില്ലയായിട്ട് മാറാൻ കാരണം അവിടുത്തെ പ്രദേശവാസികളും ടൂറിസ്റ്റ് ഡ്രൈവർമാരും കൂടെ എടുത്ത തീരുമാനമാണ്. എല്ലാവരുടെയും വാഹനങ്ങളിൽ 2 തരത്തിലുള്ള കവറുകളുണ്ടാകും. അതിലൊന്ന് ഈ പറയുന്നതിനോട്ട് അഴുകുന്ന സാധനങ്ങളുണ്ടാകും, മറ്റൊന്ന് പ്ലാസ്റ്റിക്. ഇത് കൊണ്ടുവന്നിട്ട് കളക്ട് ചെയ്തിട്ട് പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേക റിവാർഡ് ഒരു കുപ്പി വെള്ളം അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം അവരവരുടെ വീടിൻ്റെ അവരവരുടെ ഹോട്ടലുകളുടെ അവരവരുടെ സ്ഥാപനങ്ങളുടെ മുൻപിൽ ഒരു 2 ചെടി വെച്ചിട്ട് ആ കാട് വെട്ടി മാറ്റി കഴിഞ്ഞാൽ അല്ലേ കാണുന്നവർക്ക് ഒരു മനോഹരമായിരിക്കും. ഇത് എല്ലാവരും ഒന്ന് അനുവർത്തിച്ചാൽ ഓട്ടോമാറ്റിക്കലി വാഗമണിൻ്റെ മുഖസൗന്ദര്യം മാറും. ഇവിടെ ഈ നമ്മൾ പഞ്ചായത്തിൻ്റെ തന്നെ ഈ വേസ്റ്റെല്ലാം കളക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ തിരിച്ചു അവിടെ പോകുന്ന വഴിക്ക് ടൗൺ കഴിഞ്ഞിട്ട് ഒരു 1 കിലോമീറ്റർ മുമ്പ് അറിയാം. അവിടെ ആ പരിസരം മുഴുവനും ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയാണ്. സാധനങ്ങൾ കൊണ്ടുപോകാറില്ല. ഇവിടെ കടകളിൽ നിന്നുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് പൈസ മേടിക്കുന്നുണ്ട്. പക്ഷെ സാധനം വന്നെടുക്കാറില്ല. പഞ്ചായത്തിന് അതെ വരുമാനം കൂടുതൽ നൽകുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്, ടൂറിസ്റ്റ് സ്പോട്ടാണ് വാഗമൺ. അപ്പോൾ എന്തായാലും പഞ്ചായത്തിൻ്റെ അധികാരികൾ ശ്രദ്ധിക്കണം, ജില്ലാ കളക്ടർ ശ്രദ്ധിക്കണം, ജില്ലാ പഞ്ചായത്ത് അധികാരികൾ ശ്രദ്ധിക്കണം, ഒപ്പം കേരളത്തിൻ്റെ ടൂറിസം മന്ത്രി ശ്രദ്ധിക്കണം, പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രിമാരും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പം യാത്രാ സൗകര്യം നിങ്ങൾ നാട്ടുകാരാണ്. യാത്രാ സൗകര്യം ബസ്സിൻ്റെ അപര്യാപ്തതകളുണ്ടോ ഇവിടെ? KSRTC ഉണ്ട്, ആവശ്യത്തിനുണ്ട്. എല്ലായിടത്തേക്കും ഉണ്ട്. ഒരു പ്രൈവറ്റ് വണ്ടി ഇവിടെ ഓടിപ്പിക്കുകയല്ലോ, KSRTC വണ്ടി അന്നേരം കൊണ്ടിട്ടോളും. അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. ആളില്ലല്ലോ അവർ കൊണ്ടുവന്ന് പ്രൈവറ്റ് സ്വകാര്യ സർവീസിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എനിവേ എന്തായാലും ടൂറിസം അല്ലെങ്കിൽ ഗതാഗത സൗകര്യങ്ങളുണ്ട് എന്നാണ് നാട്ടുകാർ പറഞ്ഞത് അല്ലേ? എന്തായാലും നിങ്ങളുടെ മുമ്പിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ലൊരു വാഗമൺ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഒരുപക്ഷെ വാഗമൺ ഇന്ന് ലോക ഭൂപടത്തിൽ വിനോദസഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം പിടിക്കാൻ കാരണം സ്വകാര്യ മേഖലയിലെ ടൂറിസം മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സംരംഭകരാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരുപക്ഷെ ചില സംവിധാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചില ഇടങ്ങളെ കണ്ടു കഴിഞ്ഞാൽ UK പോലെയൊക്കെ തോന്നുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളും കൺസ്ട്രക്ഷനും റോഡുകളുടെ രീതികളും ഒരുപക്ഷെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അവർ ആ സംരംഭകരുടെ ഇടപെടൽ കൊണ്ട് ചില പോർഷനുകളിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ പണ്ടത്തെ നമ്മുടെ ബ്രിട്ടീഷ് കണ്ടോൺമെൻറ്റുകൾ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ചില ഇടങ്ങളും ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷേ അവർക്ക് ഈ പറഞ്ഞതുപോലെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടിയാൽ അത് കുറേ കൂടി മികച്ച രീതിയിൽ നമുക്ക് ടൂറിസം മേഖലയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം.
എന്തായാലും വാഗമണിനെ സംബന്ധിച്ചിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ പല ഡെസ്റ്റിനേഷനുകളുണ്ട്. പൈൻ ഫോറസ്റ്റിൻ്റെ ഇതുണ്ട്. ബോട്ടിങ് വളരെ വിരളമായിട്ടുള്ള ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ പെഡൽ ബോട്ടുകളുള്ളത്. നല്ല രീതിയിൽ അത് വിനിയോഗിക്കാം. ഒപ്പം അത് മാത്രമല്ല, നമുക്ക് മൊട്ടക്കുന്നുകളിലേക്കുള്ള യാത്രകളിൽ നമ്മുടെ ആ റോഡുകളിലൂടെ മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ ചെറിയ കച്ചവടക്കാർ റോഡിലേക്ക് ഇറങ്ങി കച്ചവടം ചെയ്യുന്നത് കാരണം അവിടെ ഉണ്ടാകുന്ന തിരക്കും ട്രാഫിക് ബ്ലോക്കുകളും വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. അവർക്ക് പ്രത്യേകം വാഗമണ്ണിൽ വരുമ്പോൾ ഒരു വ്യാപാര ഒരു കോംപ്ലക്സോ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ തന്നെ ഒരു ഗ്രൗണ്ടിൽ അവർക്ക് വേണ്ടുന്ന ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക ചെയ്താൽ, ഊട്ടി പോലെയൊക്കെയുള്ള ഫ്ലവർ ഷോ പോലെയൊക്കെയുള്ള സംവിധാനങ്ങൾ വന്നാൽ അതൊരു വലിയ വ്യാപാര മേളയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ ട്രാഫിക് ബ്ലോക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ നമുക്ക് വിനയാകുന്നത് പാർക്കിംഗ് ഫെസിലിറ്റിയുടെ അപര്യാപ്തതയാണ്. ഈ പോകുന്ന ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്ന ജീപ്പുകളൊക്കെ അവർ തിരികെ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുന്നത് റോഡ് സൈഡിലാണ്. അപ്പോൾ പലപ്പോഴും ജീപ്പ് ഡ്രൈവർമാർക്ക് പെറ്റി കിട്ടുന്നത് പതിവാണ്. അത് അവിടെ അല്ലാതെ വേറെ മാറ്റിയിടാൻ അവർക്ക് വഴിയുമില്ല. അപ്പോൾ നല്ല പാർക്കിംഗ് സംവിധാനം വാഗമണിൽ ഉണ്ടാക്കണമെന്നാണ് മലനാട് ജീവിയുടെ ഞങ്ങളുടെ റിക്വസ്റ്റ്. മറ്റൊരു കാര്യം എനിക്ക് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയോടാണ് പറയാനുള്ളത്. വാഗമണിനെ സംബന്ധിച്ചിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സമാധാനത്തിൻ്റെ താഴ്വര എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രത്തോളം കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഈ മലയോര മേഖലകളിലൊക്കെ ഉരുൾപൊട്ടലും അല്ലെങ്കിൽ വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുമ്പോഴും വാഗമൺ എന്ന് പറയുന്ന സ്ഥലങ്ങളിലെ മൊട്ടക്കുന്നുകളും പൈൻകാടുകളും അവിടുത്തെ പ്രദേശങ്ങളുമൊക്കെ വളരെ ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത് വളരെ സന്തോഷത്തിലാണ്. വലിയ ദുരന്തങ്ങളോ വലിയ മറ്റുള്ള കാര്യങ്ങളൊന്നും വന്നില്ല. പക്ഷേ അവിടെ ജീവിക്കുന്നവരെ നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായാലും ഒരു 50 കിലോമീറ്റർ യാത്ര മറ്റൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഉടൻ തന്നെ CHC PHC ലെവലിൽ ഒരു ആതുരാലയം, പബ്ലിക് ആതുരാലയം അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൂടാതെ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഉടനടി തന്നെ BMPC മോഡൽ റോഡ് തന്നെ വേണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയേറെ ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന വാഗമണ്ണിൽ ഇന്നും ഈ റോഡ് നിലവാര തകർച്ച നേരിടുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അങ്ങ് തിരിഞ്ഞ് ചിന്തിക്കണം. എന്തായാലും ഉടനടി തന്നെ ടൂറിസം മന്ത്രി ഈ റോഡിൻ്റെ കാര്യത്തിലും കംഫർട്ട് സ്റ്റേഷൻ്റെ കാര്യത്തിലും ഒരു റിപ്ലൈ മലനാട് ജീവിക്ക് നേരിട്ട് നൽകണമെന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ഞങ്ങളുടെ നിവേദനം നേരിട്ടും ഇമെയിലിലൂടെ അങ്ങേക്ക് നൽകുന്നതാണ്. എന്തായാലും ഉടനെ ഇതിൻ്റെ ഒരു പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. Watching India's first NGO television, Malanadu TV India.